ഡിയർ സ്റ്റുഡൻസ്, നാഷണൽ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NIOS ഫിസിക്സിൽ നമ്മൾ പല ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? പല ടൈപ്പ് ഓഫ് മോഷൻസ്, ലോസ് ഓഫ് മോഷൻസ്, സ്ട്രെയിറ്റ് ലൈൻ മോഷൻസ്, യൂണിഫോം മോഷൻസ്, ഒരു പ്രൊജക്ടൈൽ പാത്തിലൂടെയുള്ള മോഷൻസ്, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് മോഷൻസ് നമ്മൾ നോക്കി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു റിജിഡ് ബോഡിയുടെ മോഷനെ കുറിച്ചിട്ടാണ്. NIOS ഫിസിക്സിൽ 7th ചാപ്റ്ററിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ മോഷൻ ഓഫ് എ റിജിഡ് ബോഡി. എന്താണ് ഒരു റിജിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബോഡിയിലുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിന്റെ ആ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കത്തില്ലേ, അത് ഒരിക്കലും അതിന്റെ മോഷനെ ബേസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ, ആ ടൈപ്പ് ഓഫ് ബോഡീസിനെയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ റിജിഡ് ബോഡി ഈസ് എ ബോഡി ഇൻ വിച്ച് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ഇറ്റ്സ് മോഷൻ അനുസരിച്ച് അതിനകത്തുള്ള സെപ്പറേഷൻ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല എന്നെങ്കിൽ ആ ബോഡീസിന് നമ്മൾ റിജിഡ് ബോഡി എന്നാണ് പറയുന്നത്. റിജിഡ് ബോഡിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. എന്താണ് സെന്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിന്റെ ടോട്ടൽ മാസുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് എന്തുതന്നെയായിരിക്കും, അതിനകത്ത് വരുന്ന ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സുകളെ ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ തന്നെയായിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസ് ഇരിക്കുന്നത്. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു ആക്സിസ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാസസ് ഉണ്ട്. M1, M2, M3, M4 അങ്ങനെ പല നമ്പേഴ്സ് ഓഫ് മാസസ് ഉണ്ട് ഒരു ഒബ്ജക്റ്റിനകത്ത്. അതിൽ M1ന്റെ കോർഡിനേറ്റ് x1, y1, z1, M2ന്റെ കോർഡിനേറ്റ് x2, y2, z2, അങ്ങനെ Mn വരെയുള്ള ബോഡീസ് ഉണ്ട്. ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു M1 x1 പ്ലസ് M2 x2 പ്ലസ് M3 x3 പ്ലസ് എക്സെട്ര അപ് ടു Mn xn ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് എക്സെട്ര അപ് ടു Mn ആയിരിക്കും. ഇതാണ് ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിലെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അല്ലാതെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ടോട്ടൽ മാസസുകളെ ആക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ ടോട്ടൽ മാസ് ഏതൊരു പോയിന്റിലാണോ ആക്ട് ചെയ്യുന്നത്, ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഏതൊരു പോയിന്റിലാണോ ആക്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. നമുക്കതൊരു ബോഡിക്കകത്ത് മെയിൻലി 2 ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണുള്ളത്. ഏതൊക്കെയാണ്? എക്സ്റ്റേണൽ ഫോഴ്സും ഉണ്ട്, ഇന്റേണൽ ഫോഴ്സും ഉണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഏജന്റ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. അതല്ല, അതിനകത്തുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇന്റേണൽ പാർട്ടിക്കിൾസിന്റെ അട്രാക്ഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ മൂലം ഉണ്ടാകുന്ന ഫോഴ്സസിനെയാണ് നമ്മൾ ഇന്റേണൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സസിന് ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇന്റേണൽ ഫോഴ്സസിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ കൊഹഷൻ ഫോഴ്സ്, അഡസീവ് ഫോഴ്സസ് ഒക്കെ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോഡീസിന്റെ സെന്റർ ഓഫ് മാസുകൾ ഒരു ട്രയാങ്കുലർ പ്ലെയിൻ ആണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അതിന്റെ 3 മെറിഡിയൻസുകൾ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസ്. ഇനി ഒരു റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ എക്സഗൺ അല്ലെങ്കിൽ ഒരു സർക്കുലർ പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ആ ഒരു ബോഡിയുടെ ഒപ്റ്റിക്കൽ സെന്റർ അല്ലെങ്കിൽ ജോമെട്രിക്കൽ സെന്റർ ഉണ്ടാവും. അത് അവിടെ ആയിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസ് വരുന്നത്. ഇനി ഒരു സ്ഫിയർ അല്ലെങ്കിൽ സിലിണ്ടർ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ ജോമെട്രിക്കൽ സെന്ററിൽ തന്നെ ആയിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസസ് വരുന്നത്. കാരണം ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഷേപ്പ്സ് ആണ് ഇതൊക്കെ. ഇനി റിജിഡ് ബോഡിയിൽ മെയിൻലി 2 ടൈപ്പ് ഓഫ് മോഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ട്രാൻസ്ലേഷൻ മോഷൻസും ഉണ്ട്, റൊട്ടേഷൻ മോഷനും ഉണ്ട്. ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജിഡ് ബോഡി മൂവ് ചെയ്യുന്നത് ഒരു പാരലൽ പ്ലേറ്റിലാണെങ്കിൽ അതിനകത്തുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഒക്കെ ആ ഒരു പാരലൽ പാത്തിലൂടെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ആ ടൈപ്പ് ഓഫ് മോഷൻസിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒരു റിജിഡ് ബോഡി മൂവ് ചെയ്യുന്നത് ഒരു കോൺസെൻട്രിക് സർക്കിളിന്റെ പാത്തിലൂടെ അല്ലെങ്കിൽ അതിനകത്തുള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന പാത്ത് ഒരു കോൺസെൻട്രിക് സർക്കുലർ പാത്ത് ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മോഷൻസിനെയാണ് നമ്മൾ റൊട്ടേഷൻ മോഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ റിജിഡ് ബോഡിയുടെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ നമ്മൾ ഏതൊരു പോയിന്റിന് അബൌട്ടാണ് എടുക്കുന്നത് അതിനനുസരിച്ച് വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ജനറൽ ഇക്വേഷൻ I is equal to sum of mi into ri സ്ക്വയർ ആണ്. R എന്ന് പറയുന്നത് ആ ഒരു സെന്റർ ഓഫ് മാസിൽ നമ്മൾ ഏത് പോയിന്റ് അബൌട്ട് ആയിട്ടാണ് നോക്കുന്നത് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോഡീസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂസ് നമുക്ക് നോക്കാം. ഒരു സർക്കുലർ ഹൂപ്പ് ആണെങ്കിൽ അബൌട്ട് സെൻട്രൽ ആക്സിസിലുള്ള സർക്കുലർ ഹൂപ്പിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to mr സ്ക്വയർ ആയിരിക്കും. ഇനി ഒരു ആനുലാർ സിലിണ്ടർ അബൌട്ട് സിലിണ്ടറിക്കൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരുന്നത് m/2 into r1 സ്ക്വയർ പ്ലസ് r2 സ്ക്വയർ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മുടെ സോളിഡ് സിലിണ്ടർ അബൌട്ട് സിലിണ്ടറിക്കൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ഒരു സോളിഡ് സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരുന്നത് mr²/2 ആയിരിക്കും. അതുപോലെ സോളിഡ് സിലിണ്ടർ അബൌട്ട് സെൻട്രൽ ഡയമീറ്ററിന് അബൌട്ട് ആയിട്ട് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരുന്നത് mr²/4 പ്ലസ് m²l²/12 ആണ്. വേർ l എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ആയിരിക്കും. ഇനി ഒരു സോളിഡ് സ്ഫിയറിന്റെ കേസിൽ അബൌട്ട് ഡയമീറ്റർ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരുന്നത് 2mr²/5 ആയിരിക്കും. ഇനി അതുപോലെ ഒരു തിൻ സ്ഫെറിക്കൽ ഷെല്ല്
എബൌട്ട് അതിൻ്റെ ഡയമീറ്റർ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരുന്നത് 2mr²/3 ആയിരിക്കും. ഇനി ഒരു ഹൂപ്പ് എബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരുന്നത് mr²/2 ആയിരിക്കും. ഹൂപ്പ് എബൌട്ട് എ ടാൻജന്റ്, ഒരു ടാൻജന്റിന് എബൌട്ട് ആയിട്ട് ഒരു ഹൂപ്പ്, ഒരു സർക്കുലർ ഹൂപ്പിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരുന്നത് 3mr²/2 ആയിരിക്കും. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോഡീസിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ലീനിയർ മോഷൻസിന്റെ കേസിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇക്വേഷൻസ്, സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിജിഡ് ബോഡിയുടെ റൊട്ടേഷൻ മോഷനിലും എന്തുണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി and omega f is equal to omega I plus alpha t and theta is equal to omega I t plus half alpha t square and omega f square is equal to omega I square plus 2 alpha theta. നമ്മൾ യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം സ്ട്രേറ്റ് ലൈൻ മോഷനിൽ നമ്മൾ നോക്കിയ സെയിം ഇക്വേഷൻസ് തന്നെയാണ്. യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിൽ മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. അവിടെ നമ്മൾ പൊസിഷൻ യൂസ് ചെയ്തിരുന്നത് എക്സ് ആയിരുന്നു. ഇവിടെ പൊസിഷന് പകരം ആംഗിൾ ആണ് അല്ലേ, റൊട്ടേഷൻ മോഷൻ ആണ്. അപ്പോൾ അവിടെ ആംഗിൾ ആണ്, അതാണ് തീറ്റ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. തീറ്റ ഐ എന്ന് പറയുന്നത് ഇനീഷ്യൽ ആംഗിൾ ആണ്, തീറ്റ എഫ് എന്ന് പറയുന്നത് ഫൈനൽ ആംഗിൾ ആണ്. ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റിക്ക് പകരം ഇവിടെ ആംഗുലാർ വെലോസിറ്റി ആണ്. ഓക്കെ, ഒമേഗ എഫ് എന്ന് പറയുന്നത് എന്താണ്, ഫൈനൽ ആംഗുലാർ വെലോസിറ്റി ആണ്. ആൻഡ് ഒമേഗ ഐ എന്ന് പറയുന്നത് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ആണ്. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് യൂണിഫോംലി റിജിഡ് ബോഡി അല്ലെങ്കിൽ യൂണിഫോംലി റൊട്ടേറ്റിംഗ് റിജിഡ് ബോഡിയുടെ ഇക്വേഷൻ മോഷൻസ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ടോർക്ക്. എന്താണ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോർക്ക് ഈസ് ദ ടേണിംഗ് എഫക്ട് ഓഫ് ഫോഴ്സസിനെ അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷനിൽ ഉണ്ടാവുന്ന ആ ഫോഴ്സസിന്റെ ടേണിംഗ് എഫക്റ്റിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്കിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ടോ എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ടാണ്. ടോർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് അല്ലെങ്കിൽ എഫ് ആർ സൈൻ തീറ്റ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ ആംഗുലാർ മൊമെന്റം. എന്താണ് ആംഗുലാർ മൊമെന്റം? ആംഗുലാർ മൊമെന്റം ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ മൊമെന്റം ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ്. ആക്സിസിൽ നിന്ന് ഡിസ്റ്റൻസിന്റെയും അതിന്റെ ലീനിയർ മൊമെന്റത്തിന്റെയും പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. ആംഗുലാർ മൊമെന്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എൽ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ്. എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ ആയിരിക്കും. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. എന്താണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും അല്ലേ. അതായത് നോ നെറ്റ് ടോർക്ക്, അതായത് ഒരു ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു റിജിഡ് ബോഡിയിൽ നെറ്റ് ടോർക്ക് ഇല്ല എങ്കിൽ അവിടുത്തെ ആംഗുലാർ മൊമെന്റം, ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെന്റം 0 ആയിരിക്കും. അതായത് ആംഗുലാർ മൊമെന്റത്തിന് യാതൊരു ചേഞ്ചും നടക്കുന്നില്ല. അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. അതായത് നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ അവിടെ ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. ഇത്രയാണ് നമ്മുടെ റിജിഡ് ബോഡി, മോഷൻ ഓഫ് റിജിഡ് ബോഡിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. നമുക്ക് 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെയധികം ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണിത് അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോഡീസിന്റെ സെന്റർ ഓഫ് മാസ് ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചോദിക്കാം. ഈ ഒരു ടൈപ്പിലൊക്കെ നമുക്ക് എന്ത് ചോദിക്കാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ യൂണിഫോം സ്ഫിയർ. ഒരു യൂണിഫോം സ്ഫിയറിന്റെ സെൻറ്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: സെൻറ്റർ ഓഫ് സ്ഫിയർ, റേഡിയസ് ഓഫ് സ്ഫിയർ, ഡയമീറ്റർ ഓഫ് സ്ഫിയർ ആൻഡ് നൺ ഓഫ് ദ അബവ്. അപ്പോൾ ഈ നമുക്കറിയാം ഒരു സ്ഫിയറിന്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ് വരുന്നത്, അതിന്റെ ജോമെട്രിക്കൽ സെൻറ്ററിലാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും, സെൻറ്റർ ഓഫ് സ്ഫിയറിലായിരിക്കും അതിന്റെ സെൻറ്റർ ഓഫ് മാസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, കുറച്ച് 2-3 സെന്റൻസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Can a body in a translatory motion have an angular momentum? ട്രാൻസ്ലേറ്ററി മോഷനുള്ള റിജിഡ് ബോഡിക്ക് ആംഗുലാർ മൊമെന്റം ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചത്. എന്താണ് ഉണ്ടായിരിക്കും അല്ലേ. എ ബോഡി ഹാവ് എ ട്രാൻസ്ലേറ്ററി മോഷൻ a body in a translatory motion have an angular momentum unless the fixed point about which the angular momentum is taken lies on the line of motion of the body. അതായത് ആ ബോഡി മൂവ് ചെയ്യുന്ന ട്രാൻസ്ലേറ്ററി പാത്തിലാണെങ്കിൽ പോലും അതിനെന്തുണ്ടായിരിക്കും, അതിന് ആംഗുലാർ മൊമെന്റം ഉണ്ടായിരിക്കും. കാരണം അത് ആ ബോഡി മൂവ് ചെയ്യുന്നത് ഒരു ഫിക്സ്ഡ് പാത്തിലൂടെ ആയിരിക്കും അല്ലേ. അപ്പം ഇത്രയാണ് നമുക്ക് റിജിഡ് ബോഡി, മോഷൻ ഓഫ് റിജിഡ് ബോഡിയിൽ ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ്. നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞു പോയത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊന്നും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ദെർഫോർ പെട്ടെന്ന് തന്നെ നാഷണൽ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക്